ഇന്നത്തെ ഈ വൈകുന്നേരത്തെ സെഷനിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുനതേയുന്ന സർഗാത്മകത, മൂർച്ച കുറയുന്ന നിരൂപണം. ഇത് രണ്ടും നമുക്ക് ഒരു ചോദ്യങ്ങളാണ്. ഇങ്ങനെ സർഗാത്മകതയുടെ മൂർച്ച കുറയുന്നുണ്ടോ, നിരൂപണത്തിൻ്റെ മുന തേയുന്നുണ്ടോ, എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് ചർച്ച രവികുമാർ സാറിൽ നിന്ന് ആരംഭിക്കാം. ഈ നിരൂപണത്തിൻ്റെ, സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു മൂർച്ച ഇപ്പോൾ കുറയുന്നുണ്ടോ, ഇപ്പോൾ കാര്യമായ നിരൂപണങ്ങൾ ഉണ്ടാകാതെ ആവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? സാറിൻ്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ചർച്ചയ്ക്കുള്ള വിഷയത്തിൻ്റെ ആ വാക്യം രൂപപ്പെടുത്തിയത് സംഘാടകരാണല്ലോ. അർത്ഥസത്യമാണ്, പൂർണ്ണ സത്യമെന്ന് പറയാൻ പറ്റില്ല. കാരണം സർഗാത്മകതയുടെ മുന തേയുന്നുണ്ടോ, നിരൂപണത്തിൻ്റെ മൂർച്ച കുറയുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. മുൻകാലത്ത് കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ സർഗാത്മക ആവിഷ്കാരങ്ങൾ പല തലത്തിൽ വരുന്നു എന്നുള്ളതാണ് പുതിയ കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യം. നിരൂപണം എന്നുള്ള വാക്ക് സാഹിത്യ നിരൂപണം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കരുതുന്നു. ഇന്നിപ്പോൾ സാഹിത്യ നിരൂപണം മാത്രമായൊരു നിരൂപണം കണ്ടുകിട്ടുക വളരെ പ്രയാസമാണ്. ഒട്ടേറെ വിഷയമേഖലകളുമായി സ്പർശിച്ചുകൊണ്ടാണ് നിരൂപണം വരിക. സാഹിത്യരചനകളെക്കുറിച്ചൊക്കെയുള്ള ഉള്ള ചർച്ചകളിൽ തന്നെ സാഹിത്യ സിദ്ധാന്തങ്ങളോ സാഹിത്യത്തെ കേന്ദ്രീകരിച്ചുള്ളതുമായ ആശയ ചർച്ചകളേക്കാൾ കൂടുതൽ ജീവിതത്തിൻ്റെ സമസ്ത വിധാനങ്ങളെയും സ്പർശിക്കുന്ന വിഷയങ്ങളാണ് വരുന്നത്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് രാഷ്ട്രീയം തന്നെയാണ്. ഇന്ന് രാഷ്ട്രീയമായ ഒരു നിലപാടില്ലാത്ത, ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു ചർച്ചയും സ്വീകരിക്കപ്പെടാത്ത കാലഘട്ടമാണ്. വാസ്തവത്തിൽ ഇത് എന്നും അങ്ങനെയായിരുന്നു. ആദികാവ്യം തന്നെ ലോകത്തുണ്ടായിട്ടുള്ള, നമ്മൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന രാമായണം തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൃതിയാണ് അന്നും ഇന്നും. അപ്പോൾ ആ നിലയിൽ സാഹിത്യത്തിന് എന്നും അതിൻ്റേതായ ഒരു രാഷ്ട്രീയ മാനമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സാഹിത്യകൃതികളെക്കുറിച്ച് മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. പ്രേം നസീർ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആരും ഏതെങ്കിലും ഒരു സിനിമാ നിരൂപണവുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപ്പെട്ട ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. ഒരുതരം കളിയാക്കൽ സ്വരത്തിലൊക്കെ ആയിരിക്കും ഒരു പൈങ്കിളി നായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകുക. എന്നാൽ ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യധാരയിലെ പ്രധാനപ്പെട്ട നടന്മാരെക്കുറിച്ച് വളരെ താത്വിക വിധാനത്തിലുള്ള പുസ്തകങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. ചെറിയ തോതിലൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പല മേഖലകളിലേക്ക് കലയുടെയും സംസ്കാരത്തിൻ്റെയും സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. പരസ്യം, ഇതിനെയെല്ലാം വിശകലനപരമായിട്ട് കാണുകയും ഇതിനെക്കുറിച്ചെല്ലാം സ്പർശിച്ചുകൊണ്ടുള്ള നിരൂപണം ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ സാഹിത്യരചനകളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള രചനകൾ, നിരൂപണ രചനകൾ വേണ്ടതുപോലെ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അതിന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ അത്തരത്തിലുള്ള ഒരു എഴുത്തിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവാദങ്ങളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള കൃതികൾ വേണ്ടത്ര ഉണ്ടാകുന്നില്ല, ഒരു വിഷയം. രണ്ടാമത്തെ കാര്യം, എഴുത്തിനേക്കാൾ എഴുത്തുകാർ സെലിബ്രിറ്റി ആകുമ്പോൾ ആ എഴുത്തിനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളേക്കാൾ മറ്റ് വിധാനങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ സജീവമായ സാഹചര്യത്തിൽ എഴുത്തുകാരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും ആഘോഷങ്ങളും വളരെ ശക്തമായിട്ട് വരുന്നു. ഏതെങ്കിലും ഒരു രചനയെ വിമർശിക്കുക, കേരളം ചെറിയ പ്രദേശമാണ്, ഇവിടെ ഏതെങ്കിലും കൃതിയെക്കുറിച്ച് സമീപകാലത്ത് ഒരു ഖണ്ഡന വിമർശനം ഉണ്ടായിട്ടുള്ളതായിട്ട് വളരെ എൻ്റെ ശ്രദ്ധയിൽ കാര്യമായിട്ടൊന്നും പെട്ടിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ ഒരു വിമർശനത്തിന് ഒരു സ്പേസ് ഇല്ലാത്ത ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പിന്നെ നിരൂപണം അല്ലെങ്കിൽ സാഹിത്യ നിരൂപണം എന്നുള്ള ആ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ വളരെ കാര്യമായ ഒരു സജ്ജീകരണം ആ എഴുത്തുകാരന് ആവശ്യമാണ്. നമ്മുടെ ആനുകാലിക സാഹിത്യത്തെക്കുറിച്ച് മാത്രമല്ല, സാഹിത്യ ചരിത്രത്തെക്കുറിച്ചും സാഹിത്യ സിദ്ധാന്തത്തെക്കുറിച്ചും ഒക്കെയുള്ള അടിസ്ഥാനപരമായ അറിവുകൾ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കൃതികളെ വിശകലനം ചെയ്യുവാനുള്ള പാഠവും വേണം. അതോടൊപ്പം വായനക്കാരെ ഒരു സർഗാത്മക കൃതി എപ്രകാരമാണോ ആകർഷിക്കുന്നത് ആ തലത്തിൽ തന്നെ ആകർഷിക്കാൻ പാകത്തിലുള്ള രചനാ വൈഭവം വേണം. ഇത്തരം സംഗതികളുള്ള
ആളുകൾ കുറവാണ്, അല്ലെങ്കിൽ ഇത്തരം കഴിവുകളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർ രചനയുടെ മറ്റ് വിധാനങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ നമുക്കറിയാം, മലയാള ഭാഷയുടെ സാഹിത്യത്തിൻ്റെ ഒരാചാര്യന്മാരായി നിന്നത് വലിയ നിരൂപകരായിരുന്നു. ഇപ്പോൾ മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, ഇപ്പോൾ KP അപ്പൻ, ഇങ്ങനെയൊക്കെ നമ്മുടെ മലയാള സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഓർക്കുന്നത് വലിയ നിരൂപകരുടെ പേരുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കങ്ങനെ ഇപ്പോൾ മലയാള നോവലിൽ ഒട്ടേറെ പുതിയ നോവലുകളും മികച്ച നോവലിസ്റ്റുകളുമുണ്ട്, കഥാകൃത്തുക്കളുണ്ട്, കവിതയിൽ ഒട്ടേറെ വലിയ വ്യാപകമായി കവികളുണ്ട്. പക്ഷെ അങ്ങനെ മലയാള നിരൂപണം ഒരു ശോഭായമാനമായ ഒരവസ്ഥയിലല്ല ഇപ്പോൾ എന്ന് രാജശേഖരന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം? ഞാൻ മരിച്ചതിന് ശേഷം ആളുകൾ എന്നെക്കുറിച്ച് ഇത് തന്നെ പറയും. കാരണം മറ്റേ ഈ പറഞ്ഞ താരങ്ങളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ആരും പറഞ്ഞില്ലല്ലോ, അപ്പൻ സാറാണ് എന്നെ വെളിച്ചം കാണിച്ചുകൊണ്ട് മുന്നേ പോകുന്നു, മാരാർ സാറ്, മുണ്ടശ്ശേരി സാറൊക്കെ കൊണ്ടുപോയെന്ന് ആരും പറഞ്ഞു. ഇവരൊക്കെ മരിച്ചതിന് ശേഷമാണ് ഇവരെല്ലാം കൊള്ളാവുന്ന ആളുകളാണെന്നും ഇവരാണ് മലയാള സാഹിത്യത്തിന് വെളിച്ചം കാണിച്ചതെന്നും പറഞ്ഞു. ഇനി ഞാൻ മരിക്കുമ്പോൾ ഉടനെ അത് സംഭവിക്കും. അല്ല, ഇപ്പോൾ VK രാജശേഖരനൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് ഇവിടെ എല്ലാം ഇടിവെട്ടായിരുന്നു എന്ന് പറയും. രവിക്കും ബാധകമാണ്. അശോകൻ നോവലിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ അത് ബാധകമല്ല. അതെ. അല്ല, പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോൾ OV വിജയൻ, ആനന്ദ്, ഇങ്ങനെയുള്ള എഴുത്തുകാർക്കൊപ്പം തന്നെ അപ്പൻ സാറിനെ പോലുള്ള വലിയ നിരൂപകരും അതേ സമശീർഷരായി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ലേ? അതെ, അത് പത്രാധിപന്മാരും കൂടെ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമത് സാഹിത്യ നിരൂപണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചില ധാരണകളുടെ പ്രശ്നമാണ്. ഒന്ന്, ഈ നമ്മൾ വലിയ താരമൂല്യമുള്ള നമ്മളിപ്പോൾ പറയുന്ന നിരൂപകരുടെ കാലത്ത് കേരളത്തിൽ എത്ര പ്രസാധനശാലകളുണ്ടായിരുന്നു, എത്ര പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും മാധ്യമങ്ങളുണ്ടായിരുന്നു, ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു, ഈ ഇത്രയധികം ചവറ് പോലെ പുസ്തകങ്ങളുണ്ടാവുന്ന, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായിത്തീരുന്ന ഒരു സാഹിത്യാന്തരീക്ഷം ഉണ്ടായിരുന്നുവോ? കേരളത്തിലുണ്ടായിരുന്നില്ല. മാത്രമല്ല, സാഹിത്യം സവിശേഷമായ ചില കുലീന പ്രസിദ്ധീകരണങ്ങളിൽ മാത്രം അച്ചടിക്കുകയും അക്കാദമിക്കായി പഠിപ്പിക്കുകയും ചെയ്തിരുന്ന കാലമാണ്. അപ്പോൾ ഇന്ന് സാഹിത്യത്തിൻ്റെയും പഠന രീതിയൊക്കെ മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ സാഹിത്യ നിരൂപണം എത്രത്തോളം പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് നമ്മുടെ മാസികകളിൽ, അതുകൂടി നമ്മൾ കാണണം. രണ്ടാമത്, സാഹിത്യ നിരൂപണത്തെയും ബുക്ക് റിവ്യൂവിനെയും ആളുകളുടെ ആസ്വാദന അഭിപ്രായം പറച്ചിലിനെയും നമ്മൾ കൂട്ടിക്കുഴച്ചാണ് കാണുന്നത്. സാഹിത്യ നിരൂപണവും ബുക്ക് റിവ്യൂവും രണ്ടാണ്. അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ സാഹിത്യ നിരൂപണമല്ല. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്, ഫേസ്ബുക്കിൽ എഴുതി, ഇൻസ്റ്റാഗ്രാമിൽ എഴുതി എന്ന് പറയുന്നത് നിരൂപണമാണ്. അത് നിരൂപണമല്ല. നിരൂപണം അത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച്, അതിൻ്റെ തത്വങ്ങളനുസരിച്ച് ഒരു സാഹിത്യകൃതിയെ പഠിക്കുന്ന സവിശേഷമായ ഒരു കുറച്ചുകൂടി അക്കാഡമിക് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞ ഒരു ജ്ഞാനസമ്പ്രദായമാണ്. അത് ഒരു കൃതിക്കുള്ളിലാണ് സാഹിത്യ നിരൂപണം നിൽക്കുന്നത്. ആ കൃതിയിൽ നിന്നുകൊണ്ട്, ആ കൃതിയിലെ ഭാഷ എന്ന് പറഞ്ഞ ഒരൊറ്റ മാധ്യമത്തിൽ നിന്നുകൊണ്ടാണ് അത് സാഹിത്യത്തെ സമീപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മാത്രമേ ഒരു കൃതിയെ സമീപിക്കുന്നുള്ളൂ. അത് എല്ലാ വായനക്കാർക്കും ഒരുപോലെ പ്രാപ്യമാകണമെന്നില്ല. നോവൽ വായിക്കുന്നത് പോലെയോ, ചെറുകഥ വായിക്കുന്നത് പോലെയോ, കവിത വായിക്കുന്നത് പോലെയോ സാഹിത്യ നിരൂപണം വായിക്കാൻ സാധ്യമല്ല. രവികുമാർ പറഞ്ഞ ഒരു കാര്യമില്ലേ, അതിൻ്റെ സജ്ജീകരണം വേണം. സജ്ജീകരണം എന്ന താരതമ്യേന ആരെയും വിഷമിപ്പിക്കാത്തൊരു വാക്ക് രവി ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അതല്ല, അതിന് പാണ്ഡിത്യം വേണം, സൈദ്ധാന്തികമായ അടിത്തറ വേണം, പരന്ന വായനയും വിവിധ വിജ്ഞാന ശാഖകളിലുള്ള അറിവും വേണം, പ്രത്യേകിച്ചും സാഹിത്യ ചരിത്രത്തെക്കുറിച്ചുള്ള തീക്ഷ്ണമായ ബോധം വേണം, ഒരു നിലപാട് വേണം. ഈ നിലപാട് സാഹിത്യത്തിനെ അതിന് പുറത്തു നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്താൻ ശ്രമിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ഈ രാഷ്ട്രീയം കടന്നു വരുന്നത് അങ്ങനെയാണ്. രാഷ്ട്രീയം ഉപയോഗിച്ച്, മതവാദം ഉപയോഗിച്ച്, മറ്റ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ സങ്കല്പങ്ങൾ ഉപയോഗിച്ച്, തത്വചിന്തയുടേത് ഉപയോഗിച്ച്, ചരിത്രവാദം ഉപയോഗിച്ചൊക്കെ നമ്മൾ സാഹിത്യത്തെ പുറത്തു നിന്നാണ് നോക്കുന്നത്. സാഹിത്യ നിരൂപണം ചെയ്യേണ്ടത്, സാഹിത്യ നിരൂപണം കൃതിയുടെ അകത്താണ് നിൽക്കേണ്ടത്. എക്സ്ട്രാ ലിംഗ്വിസ്റ്റിക്കായ ഒരു സമീപനം അതിന് സാധ്യമല്ല. കൃതിക്കകത്ത് നിന്നുകൊണ്ട് നടത്തുന്ന സവിശേഷമായൊരു പ്രവർത്തനമാണ്. നമ്മളിപ്പോൾ ഈ വിഷ്വൽ മെറ്റഫറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഹെഡിങ്ങിൽ ഈ മുന തേഞ്ഞത്, മൂർച്ച കുറഞ്ഞത്, വിഷ്വൽ ഒരു കത്തിയുടെ അതാണ്. എന്ന് വെച്ചാൽ സാഹിത്യ നിരൂപൻ രാവിലെ ഒരു പിച്ചാത്തിയായിട്ടങ്ങ് ഇറങ്ങണം, ഇയാൾ മോശം അയാൾ മോശം എന്ന് പറഞ്ഞിങ്ങനെ. അങ്ങനെ പിച്ചാത്തിയുമായിട്ട് അങ്ങനെ ഇറങ്ങലല്ലോ. രവികുമാർ ഖണ്ഡന വിമർശനം ഇല്ലാന്ന് പറഞ്ഞു. ഈ തല്ലിപ്പൊളി കൃതിയെ ഖണ്ഡിച്ചിട്ട് എന്ത് കിട്ടാനാ? അതിനെ കണ്ടില്ലെന്നങ്ങ് വിചാരിച്ച പോലെ. കണ്ടില്ലാന്ന് നടിക്കുന്ന നിരൂപണവും ഒരു നിരൂപണമാണ്. അതും സാഹിത്യ നിരൂപകൻ്റെ തീക്ഷ്ണമായൊരു പ്രസ്താവനയാണ്. ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല, കാണാൻ യോഗ്യമല്ലായിരുന്നു. കാരണം സാഹിത്യകൃതി എഴുതപ്പെടുന്നത് അതിൻ്റെ ചില ക്വാളിറ്റികൾ, ആ ക്വാളിറ്റികൾ എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ വാല്യൂ ആണ്.
സൗന്ദര്യത്തിൻ്റെ വാല്യൂ എന്നൊരു സാധനം. ഇത് ഞാൻ പറഞ്ഞ ഉടനെ ശുദ്ധ സൗന്ദര്യവാദിയായ ഒരു ദന്തഗോപുര മുതലാളി ഇരിക്കുന്നു എന്ന് പറയും. ഞാൻ ദന്തഗോപുരത്തിലിരുന്നു കൊണ്ടല്ല പറയുന്നത്. സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു കൃതി എന്തുകൊണ്ടാണ് ഒരാളിൻ്റെ കൃതിയേക്കാൾ മെച്ചപ്പെട്ടതാണ് മറ്റേ ആളിൻ്റെ കൃതിയെന്നും ഈ 100 കൊല്ലമായിട്ടും ഈ കൃതി നമ്മൾ വീണ്ടും വായിക്കുന്നു, അത് കുറച്ചുകൂടി നല്ലതാണ് എന്ന ആളുകൾ പറയുകയും ചെയ്യുന്നത്? അതിന് വാല്യൂ എന്നൊരു സംഗതിയുണ്ട്. അങ്ങനെ ആഴത്തിലിറങ്ങി നിരൂപണം ചെയ്യേണ്ട കൃതികൾ ഇപ്പോൾ ഉണ്ടാവുന്നില്ലേ എന്നൊന്നുമില്ല. അത് അടുത്ത റൗണ്ടിലാണ്. അപ്പോൾ ആ വാല്യൂവിലേക്ക് തിരിച്ചു പോകലാണ് സാഹിത്യ നിരൂപണത്തിൻ്റെ ധർമ്മം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വാല്യൂവിലേക്ക് തിരിച്ചു പോകുന്ന അനലിറ്റിക്കലായ നിരൂപണം ഇപ്പോഴുമുണ്ട്. അത്തരം പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട്. എൻ്റെ പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട് എന്നാണ്. അത് ആളുകൾ വായിക്കുന്നു, പല പതിപ്പുകൾ വരുന്നു. 50 കോപ്പി പതിപ്പല്ല. അപ്പോൾ അങ്ങനെ പല പതിപ്പുകൾ വരുന്നു, അത് ആളുകൾ വായിക്കുന്നു, അക്കാദമിക് പഠനരംഗത്ത് അത് ഉപയോഗിക്കുന്നു, അത്തരം ആശയങ്ങൾ പിന്തുടരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ നിരൂപണത്തിൽ എഴുതാൻ, നോവൽ എഴുതുന്നവർ ധാരാളമുണ്ട്, കഥ എഴുതുന്നവരുണ്ട്. സാഹിത്യ നിരൂപണം എഴുതുന്നവരല്ലേ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതങ്ങനെ സാധ്യമാകൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് സാഹിത്യ നിരൂപകർ അതത് കാലത്തെ, ഇപ്പോൾ ബിജുവിന് തന്നെ അറിയാം, ബിജു അക്കാഡമിക്കായിട്ട് പഠിച്ചു വന്ന കാലത്ത് മലയാളത്തിലെ ഉത്തരാധുനികതയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുകയും ഉത്തരാധുനികതയുടെ ആവിർഭാവം പ്രഖ്യാപിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയൊക്കെ ശ്രമിച്ച ആളാണ് ഞാൻ തുടക്കം തൊട്ട് തന്നെ. 90കളുടെ തുടക്കത്തിൽ മലയാളത്തിലെ ഉത്തരാധുനികത വരികയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പുസ്തകം എഡിറ്റ് ചെയ്ത ആൾ പോലുമാണ് ഞാൻ. അതൊരു കാലഘട്ടത്തിലെ പുതിയ പുതിയ സംവേദന ശക്തികളെ, പുതിയ രചനാരീതികളെ തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം നിരൂപകർ നിറവേറ്റുന്നുണ്ട്. നിരൂപകം ഒരു പോപ്പുലർ ഫോമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് സജീവവും തീക്ഷ്ണവുമായി തുടരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഗുസ്തിക്കാരൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എപ്പോഴാണ്? അയാളുടെ എതിരാളി ശക്തനാവുമ്പോൾ കൂടിയാണ്. അപ്പോൾ ശക്തരായ എതിരാളികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും. പിന്നെ ഒരു കൃതി മോശമാണെന്ന് പറയാൻ വേണ്ടിയൊന്നും സാഹിത്യ നിരൂപണം എഴുതേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, വിനീതമായ അഭിപ്രായം. അശോക് സാറോട് ചോദിക്കും, ഇപ്പോൾ ഈ ഒരു സാഹിത്യ രചനയിൽ അല്ലെങ്കിൽ മൊത്തം ഈ സാഹിത്യ രചനയിൽ നിരൂപണത്തിൻ്റെ പങ്ക് എന്താണ്? നമ്മുടെ ഒരു എഴുത്ത് ജീവിതത്തെ സാഹിത്യ നിരൂപണം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സാഹിത്യ നിരൂപണം സർഗാത്മക രചനയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? അത് എഴുത്തിനെ സ്വാധീനിക്കുന്നത് അതിനെ ഏതെങ്കിലും തരത്തിലൊരു എഴുത്തുകാരൻ്റെ കൃതിയെ വളരെ നിരൂപകൻ്റെ ഔന്നത്യത്തിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സാഹിത്യത്തെ അല്ലെങ്കിൽ അയാളെ ക്രൂരമായി ആക്രമിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല സാഹിത്യത്തിൽ, സർഗാത്മക സാഹിത്യത്തിൽ നിരൂപണം ഇടപെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ഈ മുന തെയ്യുന്ന എന്നും അല്ലെങ്കിൽ എന്താണ് മൂർച്ച കുറയുന്ന എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇപ്പോൾ സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർഗാത്മക സാഹിത്യം അമ്പേ മോശമാണ്, അല്ലെങ്കിൽ നിരൂപകന് ശ്രദ്ധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൃതികളൊന്നും ഉണ്ടാവുന്നില്ല, വെല്ലുവിളികളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നതോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മുടെ കാലത്തിൻ്റെ അതിസങ്കീർണതകൾ, അതിൻ്റെ അനുഭവങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ സാഹിത്യത്തിന് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയധികം സങ്കീർണമാണ്. മാത്രമല്ല അതിവേഗത്തിലാണ് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത്, മനുഷ്യ മനസ്സിലായാലും സമൂഹത്തിലായാലും. അപ്പോൾ അതിനെയൊക്കെ ആവിഷ്കരിച്ച് വരുമ്പോഴേക്കും പലപ്പോഴും കാലം വൈകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ നിരൂപണത്തിൻ്റെ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രാജശേഖരൻ കാലം കഴിഞ്ഞു കഴിഞ്ഞാലാണ് അവരെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് ശരിയായിരിക്കാം. പക്ഷേ നമുക്ക് ഓർമ്മിച്ചാൽ അറിയാം, നേരത്തെ ബിജു പറഞ്ഞ പോലെ മുണ്ടശ്ശേരിയുടെയും മാരാരുടെയും അതുപോലെ തന്നെ കുറ്റിപ്പുഴയുടെ ആ ഒരു അല്ലെങ്കിൽ പിന്നെ കെ പി അപ്പൻ്റെ തലമുറ, അവരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ അവരുടെ കാലഘട്ടത്തിലെ സാഹിത്യത്തെ നയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതൊരു സത്യമുണ്ട് അതിൽ. അതിന് കാരണം ആ കാലഘട്ടത്തിലെ കൃതികൾ അത്യുന്നതമായതും അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഇപ്പോഴത്തെ എഴുത്തുകാരെക്കാളൊക്കെ മഹത്വമേറിയവരായതും ഒന്നും കൊണ്ടുവരില്ല, അല്ലെങ്കിൽ വലിയ പ്രതിഭാശാലികളായതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരൊക്കെ പ്രവർത്തിച്ച കാലത്തിൻ്റെ ഒരു സ്വഭാവവിശേഷമുണ്ട് അതിൽ. ഉദാഹരണത്തിന് നയിക്കാൻ പ്രാപ്തമായ ചില ആശയങ്ങളെ മുൻനിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളെ മുൻനിർത്തിയിട്ടാണ് ആ നിരൂപകന്മാരൊക്കെ പല കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വലിയ മുണ്ടശ്ശേരി, മാരാർ തുടങ്ങിയിട്ടുള്ള വളരെ ശക്തരായിട്ടുള്ള നിരൂപകന്മാർ അതിനു മുമ്പും ഉള്ള ആളുകളുണ്ട്. അവരെയൊക്കെ സൃഷ്ടിച്ചതിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് വലിയ പങ്കുണ്ട്. ഈ നവോത്ഥാനത്തിനൊരു ആശയമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക്
കുറച്ചൊക്കെ സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ എഴുതുന്ന സാഹിത്യകാരന്മാരെയും എഴുതപ്പെട്ട കൃതികളെയും നയിക്കാൻ ആണ് അവർ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. അതവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു. ഉദാഹരണത്തിന് വള്ളത്തോളും കുമാരനാശാനൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ നിരൂപണം വരുന്നത്. പക്ഷേ ആശാനെയും വള്ളത്തോളിനെയും ഒക്കെ തന്നെ ഏത് രീതിയിൽ എഴുതപ്പെട്ട കൃതികളാണെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പാകെ എങ്ങനെ അവതരിപ്പിക്കണം, ഏത് രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചുമുണ്ട് ശരിക്കും കൂട്ടാളികൾക്കൊക്കെ തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആരെ മുന്നോട്ട് കൊണ്ടുപോകും, അതൊക്കെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ കാലഘട്ടത്തിലെ പുതിയ എഴുത്തുകാർ ചങ്ങമ്പുഴയായാലും പിന്നെ പുതിയ കവികളും കേശവദേവ് പോലുള്ള എഴുത്തുകാരെയൊക്കെ തന്നെ ഏത് രീതിയിൽ അവരെ അവരെ ശ്രദ്ധിക്കപ്പെടണം, അവരെക്കുറിച്ച് പറയണം എന്നുള്ളതിനെക്കുറിച്ച് കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരുടെ ഐഡിയോളജിക്കലായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു മൂവ്മെൻറ്റ് ആ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം, പിന്നീട് വന്ന കർഷക തൊഴിലാളി സമര പ്രസ്ഥാനങ്ങൾ, അങ്ങനെ പല കൂട്ടി ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവവിശേഷമാണ്. പിന്നീട് വന്ന ആധുനികതയ്ക്കും ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, നവോത്ഥാന സാഹിത്യ പ്രസ്ഥാനത്തിനെയൊക്കെ അതിൻ്റെ രൂപത്തെയും ഭാവത്തെയും ഒക്കെ തന്നെ തകർക്കുകയും വെല്ലുവിളിക്കുകയും പുതിയതൊന്ന് ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ബോധ്യം ആ കാലഘട്ടത്തിലെ സാഹിത്യ വിമർശകന്മാർക്കുണ്ടായിരുന്നു. ബോധപൂർവം തന്നെയാണ് അവർ ഇടപെട്ടത്. ഈ ബോധപൂർവമായ ഇടപെടലുകൾ ഇപ്പോഴില്ല. നമ്മുടെ സാഹിത്യ വിമർശകന്മാർക്ക് പാണ്ഡിത്യവും പ്രതിഭയും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കൊരു ലക്ഷ്യമില്ല, ആശയപരമായ ലക്ഷ്യമില്ല. ഈ ലോകത്തിലും ഈ ഇന്ത്യയിലും ആശയപരമായിട്ടുള്ള ഒരു സംഗതികൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിലേക്കൊന്നും അവരടുക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സംഗതി. അല്ലാണ്ട് സാഹിത്യ നിരൂപണം അങ്ങനെയാണ് മുന്നത്തെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ആ ലക്ഷ്യത്തെ അവർ തിരിച്ചറിയുകയാണെങ്കിൽ, ആ മട്ടിൽ സാഹിത്യ വിമർശനത്തെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ എഴുത്തുകാർ ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ സമീപനത്തോടെ വീക്ഷണത്തോടെയാണ് ഇപ്പോൾ ഉള്ള കൃതികൾ എഴുതുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എഴുത്തുകാരന് പരമാവധി, ഞാൻ പറഞ്ഞു, കുറേ അനുഭവങ്ങളൊക്കെ വിട്ടുപോകുന്നുണ്ട്. എങ്കിൽ പോലും കാലത്തെ ഉൾക്കൊള്ളാൻ, ഇപ്പോൾ ഒരു ഇന്ത്യ മാത്രമല്ല, ഒരു ലോകം മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടം 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ലോകം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു വിഷൻ അനുസരിച്ച് ഈ കാലഘട്ടത്തിൻ്റെ സങ്കീർണതകൾ എന്തെന്ന് ഒരു പക്ഷേ മുഴുവൻ തിരിച്ചറിയാൻ ഉണ്ടാവില്ല. പക്ഷേ നിരൂപകന് സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആശയപരമായോ രാഷ്ട്രീയപരമായോ ഒരു ഉൾക്കാഴ്ച സ്വയം പുലർത്താത്തതുകൊണ്ട് അവൻ വളരെ യാഥാസ്ഥിതികമായൊരു സമീപനത്തിലേക്ക് പോകുന്നു. അത് ഭാഷാപരവും സൗന്ദര്യശാസ്ത്രപരവും വ്യാകരണപരവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ നിരൂപണം തുടങ്ങിയ ആ ഒരു പ്രാഥമിക ഘട്ടത്തിലേക്ക് അവൻ തിരിച്ചു പോകും. അത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇപ്പോൾ എഴുത്തുകാർക്കോ അല്ലെങ്കിൽ വലിയൊരളവ് വരെ വായനക്കാർക്കോ പുലർത്താൻ കഴിയുന്ന രാഷ്ട്രീയ മൂല്യബോധവും വീക്ഷണവും നിരൂപകർക്ക് പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ആരോപണം. മറ്റൊന്ന്, ഈ നിരൂപണത്തിൻ്റെ സാങ്കേതികത, ഇപ്പോൾ സിദ്ധാന്തം, ഭാഷ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവർ പുലർത്തുന്ന മൗലികവാദപരമായ ഒരു കാഴ്ചപ്പാട് നിരൂപണത്തിൻ്റെ മൂർച്ച കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് അല്ല, ഈ പറയുന്ന സിദ്ധാന്തം, ഭാഷയുടെ ഘടനകൾ, അത്തരത്തിലുള്ള വാദങ്ങളിൽ പഴയ ആളുകൾ അഭിരമിച്ചിരുന്നത് പോലെ ഇപ്പോൾ ഈ സിദ്ധാന്തം പോലുള്ള കാര്യങ്ങളിൽ പുതിയ നിരൂപകർ അഭിരമിക്കുന്നു എന്നുള്ളത് ഈ നിരൂപണത്തിൻ്റെ മുന കുറയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് രണ്ടുപേരും അതിന് മറുപടി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവസാനം അശോകൻ പറഞ്ഞ കാര്യം, അതായത് ഇപ്പോഴത്തെ നിരൂപകർ എല്ലാവരും അല്ല, കുറച്ച് പേരെ ആയിരിക്കും അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് വായിച്ച് ബോധ്യപ്പെട്ട ചില ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കും. അതേതാണെന്ന് പറഞ്ഞില്ല, വളരെ യാഥാസ്ഥിതികമായി കാര്യങ്ങളെ കാണുന്നു എന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു ഉദാഹരണം എടുത്ത് പറയാൻ പ്രയാസമായിരിക്കും മിക്കവാറും. കാരണം വളരെ കുറച്ച് മാത്രം കാണാവുന്ന ഒരു സ്പീഷീസായിട്ടാണ് സമീപകാലത്ത് നിരൂപണവും നിരൂപകന്മാരും എന്ന്. വളരെ സ്വകാര്യമായ ഒരു ഫലിതം കൂടെ പറയാം. അടുത്ത കാലത്ത് രാജശേഖരനും ഞാനും EP രാജഗോപാലനും ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പടം രാജഗോപാലൻ ഫേസ്ബുക്കിലിട്ടു. അതേക്കുറിച്ച് നമ്മുടെ വളരെ ആദരണീയനായ ഒരു എഴുത്തുകാരൻ, സച്ചിദാനന്ദൻ മാഷ്, പകുതി കളിയായിട്ടും പകുതി കാര്യമായിട്ടും ഒരു കമൻറ്റ് കൊടുത്തു. മലയാളത്തിലെ അവസാനത്തെ നിരൂപകന്മാർ, ഏതാണ്ട് ആ അർത്ഥത്തിലാണ്, വാക്കാതാണെന്ന് പറഞ്ഞുകൂടും. വലിയ പുകിലാണ് ഉണ്ടായത്. അത് ഒരു ബഹുമതിയായിട്ടോ ഒരു അവഹേളനമായിട്ടോ കാണുകയല്ല, എന്തായാലും അതിനകത്ത് സത്യത്തിൻ്റെ എന്തോ ഒരു അംശം ഉണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. തന്നെയല്ല, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ സാഹിത്യ നിരൂപണമായിട്ട് കാണുന്ന പലതും നമ്മുടെ കോളേജ് സർവകലാശാല അധ്യാപകർ അവരുടെ തൊഴിൽപരമായ ആവശ്യത്തിന് വേണ്ടി എഴുതുന്ന ചില പ്രബന്ധങ്ങളാണ്. അത് ഏതെങ്കിലും ഒരു സിദ്ധാന്തത്തെ ആധാരമാക്കി എഴുതുന്ന ചില വിശദീകരണ കുറിപ്പുകൾ എന്നുള്ള തലത്തിനപ്പുറത്ത് നേരത്തെ നമ്മൾ ഒരു സാഹിത്യ നിരൂപണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്ന ആ ഒരു വിധാനത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല. കാരണം നിരൂപണം അടിസ്ഥാനപരമായ ഒരു നിലപാടാണ്. ആ നിലപാട് സാഹിത്യമെന്ന സൗന്ദര്യ വസ്തുവിനെക്കുറിച്ചുള്ള നിലപാടുണ്ട്. അത് രൂപപ്പെട്ടു വരുന്ന സമൂഹത്തോട് അതെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ നിലവാരമുണ്ട് അതുപോലെ മനുഷ്യൻ എന്ന പ്രതിഭാസത്തെ എങ്ങനെ സാഹിത്യം കാണുന്നു എന്നുള്ള ഒരു അന്വേഷണമുണ്ട്. അതിൽ മനഃശാസ്ത്രമുണ്ട്, അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ സോഷ്യോളജി ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. നമ്മുടെ എല്ലാ വിജ്ഞാനങ്ങളുടെയും ഇഴകൾ അതിലുണ്ട്. എങ്കിലും ആത്യന്തികമായിട്ട് അത് ചെന്ന് മുട്ടുന്നത് ഇതെങ്ങനെ നമുക്കൊരു അനുഭൂതി തരുന്ന ഒരു വാങ്മയ വസ്തുവായി തീരുന്നു എന്ന സത്യത്തിലാണ്. പലപ്പോഴും അത് നമ്മൾ കാണാറില്ല. മറിച്ച് ഇതിനകത്ത് ആശയപരമായി ഇന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, അതിന് വലിയ കയ്യടി കിട്ടും. അവിടെ അല്ല അത് നിൽക്കുന്നത്. അശോകൻ ചെരുവിൽ വളരെ സ്വീകരിക്കപ്പെട്ട കഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കഥകളുടെ ആ വായിക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ വൈകാരിക സ്പർശം കേവലം ഒരു വികാരതരളമെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ മനസ്സിൻ്റെ ഏതൊക്കെയോ അഗാധതകളിൽ ചെന്ന് മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള വലിയ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ ഉദ്ദീപിപ്പിക്കുന്ന കഥകളാണ് അദ്ദേഹം എഴുതുന്നത്. ഒരു രാഷ്ട്രീയ മനുഷ്യൻ എന്നുള്ള നിലയിൽ അശോകൻ എഴുതുന്നതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ സൗന്ദര്യം എന്ന് പറയുന്നത് അതിനകത്ത് രാഷ്ട്രീയം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഏത് രചനയും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കണമെങ്കിൽ അതിന് ഒരു സൗന്ദര്യാനുഭവം നൽകാൻ കഴിയും. എന്തുകൊണ്ടാണ് ഒരു പാട്ട് നമ്മളെ ആകർഷിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ചിത്രം നമ്മളെ ആകർഷിക്കുന്നത്? അതിലെ ആശയം കൊണ്ടല്ല, മറിച്ച് ആ ആശയം ഉണ്ടായിരിക്കെ തന്നെ അത് സൗന്ദര്യാത്മകമായി നമ്മളെ സ്പർശിക്കുന്നു എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയുക എന്നുള്ള ഒരു അടിസ്ഥാന ലക്ഷ്യം ഉള്ള ഒരു വിശകലനം ചെയ്യുന്ന ഒരാൾ മാത്രമേ നിരൂപകൻ എന്നുള്ള പേരിന് അർഹനാവുന്നുള്ളൂ. അല്ലാതുള്ള ഒരുപാട് പേര് എഴുതുന്നുണ്ട്, പുസ്തകങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്, പഠനങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്, അവർ വിഷയം തേടി നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ നമ്മൾ അങ്ങനെ ഉള്ള ആളുകളെ ഇതിലേക്ക് പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പിന്നെ സാഹിത്യ നിരൂപണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെയും തലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കൃതിക്കൊരു അവതാരിക എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പുസ്തകത്തെക്കുറിച്ചൊരു നിരൂപണം എഴുതുന്നു, അതല്ലെങ്കിൽ ഒരു സംവാദത്തിൽ പങ്കെടുത്ത് നമ്മുടെ നിലപാട് അവതരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ആശയതലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു ആശയത്തെ, നമ്മുടെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് മറ്റ് എവിടുന്നെങ്കിലും കടമെടുത്ത സിദ്ധാന്തമല്ല. ഓരോ കൃതിയെക്കുറിച്ചും ഓരോ ലേഖനം എഴുതുമ്പോഴും അതിനകത്തൊരു നിലപാടുണ്ട്. ആ ആശയതലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒന്നിനെ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതുന്നു. ഇവിടെയൊക്കെ പ്രസക്തമാകുന്നത് ആ എഴുതപ്പെടുന്ന കൃതിയല്ല, അതിനേക്കാൾ പ്രധാനം ആ എഴുതുന്ന ആളിൻ്റെ നിലപാടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു നിരൂപകൻ എന്നുള്ള പേരിന് അർഹനാകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് അടിസ്ഥാനപരമായിട്ടുണ്ടാകണം. അതില്ലെങ്കിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല. രവികുമാറിനോട് യോജിച്ചാണ് എൻ്റെ നിലപാട്. അശോകൻ പറഞ്ഞതിൽ ഈ രാഷ്ട്രീയമായ ഒരു നിലപാടെടുക്കാനാണെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തകരും നിയമസഭാംഗങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ അങ്ങ് എടുത്താൽ പോരെ. സാഹിത്യ നിരൂപനം എന്തിനാ രാഷ്ട്രീയം പറയാൻ വേണം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ അബ്സ്ട്രാക്റ്റായ ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകൾ അവതരിപ്പിക്കുകയാണ് സാഹിത്യ നിരൂപകൻ്റെ ജോലിയാണെങ്കിൽ അയാളൊരു പ്രത്യേക കക്ഷിയിൽ അംഗമായിരിക്കണം. അങ്ങനെ എഴുത്തുകാരൻ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തീരുകയും കക്ഷിയുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സാഹിത്യം ഉണ്ടാവില്ല. പകരം പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം ഉണ്ടാവും. ഒരു എഴുത്തുകാരനോ സാഹിത്യ നിരൂപകനോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ രാഷ്ട്രീയമാണ് പറയുന്നത്? ഞാൻ അംഗമായിരിക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബാഗേജ് ചുമക്കലാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ചാക്കുകെട്ട് ചുമക്കലല്ല സാഹിത്യ നിരൂപകൻ്റെയോ മൗലികമായിരുന്ന സർഗാത്മക സാഹിത്യകാരൻ്റെയോ ഉത്തരവാദിത്വം. അയാളുടെ ഉത്തരവാദിത്വം അയാളുടെ ഭാവനയോടും ഭാഷയോടും അയാൾ പ്രവർത്തിക്കുന്ന സാഹിത്യരൂപത്തോടുമാണ്. ആ സാഹിത്യരൂപം ഒരു സൗന്ദര്യ വസ്തുവാണ്. അയാൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് ചരിത്ര പുസ്തകത്തിൽ നിങ്ങൾ കിട്ടുന്ന, ന്യൂസ് പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്ന, നിത്യജീവിതത്തിൽ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവയെ അതേപടി പകർത്തി വയ്ക്കലല്ല.
അത് പകർത്തി വെച്ചാൽ അത് സാഹിത്യമാവുകയില്ല. രവികുമാർ പറഞ്ഞ പ്രയോഗമുണ്ടല്ലോ, അതൊരു വിശേഷ സൗന്ദര്യ വസ്തുവായി മാറ്റുക എന്നതാണ് ആ സർഗാത്മകത്വം എന്ന് പറയുന്ന പ്രവർത്തനം. ആ ഭാവനാ വ്യാപാരം എന്നോ വിശേഷ വസ്തു എന്നോ അപൂർവ എന്തോ എന്ന് പറയില്ലേ സംസ്കൃതക്കാരൊക്കെ നിങ്ങൾ, അപൂർവ വസ്തു നിർമ്മാണക്ഷമത, അപൂർവ വസ്തു നിർമ്മാണക്ഷമത എന്ന് പണ്ട് സംസ്കൃതത്തിലെ തിയറട്ടീഷ്യൻസ്, സംസ്കൃതത്തിലെ വലിയ 10,000 മുമ്പൊക്കെ ജീവിച്ചിരുന്ന സൈദ്ധാന്തികന്മാർ പറഞ്ഞ അപൂർവ വസ്തു നിർമ്മാണമാണ് സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം ചുമക്കാനുള്ള ഒരു വേദി അല്ല. മാത്രമല്ല, എഴുത്തുകാർ കക്ഷി രാഷ്ട്രീയത്തിൽ ചേരുമ്പോൾ ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് അതിൻ്റെ മുദ്രാവാക്യങ്ങളെല്ലാം പറഞ്ഞ് ആ മന്ത്രിസഭ താഴെ വീഴാതെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കലാണ് എൻ്റെ ജോലിയെങ്കിൽ, പാർട്ടി അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ പാർട്ടി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായത്തെ അല്ലേ പിന്തുണയ്ക്കേണ്ടത്? അത് പിന്തുടരാൻ ബാധ്യസ്ഥനല്ലേ? പാർട്ടിക്ക് സാഹിത്യ നിലപാടുണ്ടാകും. ഞാൻ കോൺഗ്രസ്സിൽ ചേരുന്നു, കോൺഗ്രസ്സിനൊരു സാഹിത്യ നിലപാടുണ്ടെങ്കിൽ ആദ്യ നിലപാട് ഉയർത്തിപ്പിടിക്കലാവും എൻ്റെ ജോലി. CPM-ൽ ചേരുകയാണെങ്കിൽ CPM-ൻ്റെ ഔദ്യോഗിക സാഹിത്യ നിലപാട് ഉയർത്തിപ്പിടിക്കലാവും എൻ്റെ ജോലി. സാഹിത്യ നിരൂപകൻ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രവികുമാർ തന്നെ സൂചിപ്പിച്ച ഈ സൗന്ദര്യ വസ്തു ഉണ്ടല്ലോ, ഈ വിശേഷമായ ഒരു അനുഭൂതി വായനക്കാർക്ക് നൽകുന്ന ആ സൗന്ദര്യ വസ്തുവിനെ അപഗ്രഥിക്കുക എന്ന ജോലിയാണ്. അത് സയൻസ് അപഗ്രഥിക്കുന്നത് പോലെയൊന്നും അല്ല സാഹിത്യ നിരൂപകൻ അപഗ്രഥിക്കുന്നത്. പൊതുവേ ഈ വിഷ്വൽ മെറ്റഫർ ഉപയോഗിക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടല്ലോ. ആളുകൾ പറയും നിരൂപണ ശാസ്ത്രീയമായൊരു പദ്ധതിയാണ്. എന്തത് ശാസ്ത്രീയ പദ്ധതി? ടെസ്റ്റ് ട്യൂബിലിട്ട് കുലുക്കി നോക്കൂ, അതിന് 2 സ്ലൈഡ് കഷ്ണം എടുത്ത് ലാബിൽ കൊണ്ടു, ഇതൊന്നും ചെയ്യുന്നതല്ല. അതിന് മറ്റ് ചില കാര്യങ്ങൾ, ഈ കൃതിയെ സൗന്ദര്യ വസ്തുവാക്കുന്നത്, ഇതിന് സൗന്ദര്യത്തിന് മൂല്യം കൊടുക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ എന്ന് അപഗ്രഥിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ അപഗ്രഥനത്തിന് വേണ്ടി നമ്മൾ കുറേ ടൂൾസ് ഉപയോഗിക്കുന്നു, മറ്റ് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. ആ ടൂൾസ് ഭാഷ ഉപയോഗിക്കാം, അങ്ങനെ അനേകം ഘടകങ്ങളുണ്ട്. ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വരികയുള്ളൂ. കൃതിയിൽ നിന്ന് പുറത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. കൃതിക്ക് പുറത്തുള്ള രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നിലവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ, നാട്ടിലെ ചർച്ചാ വിഷയങ്ങളൊക്കെ ഈ കൃതിയിൽ ഉണ്ടോ എന്ന് നോക്കി അതിൻ്റെ മൂല്യം നിങ്ങൾ നിശ്ചയിച്ചാൽ അതൊരു തല്ലിപ്പൊളി സാധനമായിരിക്കും. ഈ കണ്ട കാര്യങ്ങളൊക്കെ തല്ലി നിറയ്ക്കാനുള്ള ഒന്നല്ല സാഹിത്യകൃതി. ഈ നോവൽ എടുത്തു വെച്ചിട്ട് ഇപ്പം നടക്കുന്ന സാർവദേശീയ രംഗത്തെ പ്രശ്നങ്ങൾ, ലോകത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിനകത്തുണ്ടോ? ഇതൊന്നുമില്ല. ട്രംപിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി സാഹിത്യത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുക സാധ്യമല്ല. അപ്പോൾ അവിടെ നമ്മളെന്താ, ഒരു കൃതിയെ നിരൂപകൻ അപഗ്രഥിക്കുമ്പോൾ, വിശകലന വിധേയമാക്കുമ്പോൾ നമ്മളതിൻ്റെ ഭാഷ പരിശോധിക്കുന്നു, അതിൻ്റെ ടെക്സ്ചർ പരിശോധിക്കുന്നു, അതിൻ്റെ വാക്യഘടന പരിശോധിക്കുന്നു, അതിലെ മെറ്റഫറുകളെ പരിശോധിക്കുന്നു. എങ്ങനെയാണ് ഇവയെല്ലാം ഈ സാഹിത്യകൃതിയിൽ പ്രവർത്തിച്ച് സവിശേഷമായ ഒരർത്ഥം അതിനകത്ത് നിർമ്മിക്കുന്നത്? ആ അർത്ഥത്തിൻ്റെ പരകോടിയിലുണ്ടാകുന്ന വികാരമാണ് ഇത് വായിക്കുന്ന വായനക്കാർക്കുണ്ടാകുന്ന അനുഭൂതി. പണ്ടുള്ളവരതിനെ കാവ്യം മാത്രം ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് കാവ്യാനുഭൂതി എന്ന് വിളിച്ചു. നമ്മൾ നോവൽ വായിക്കുന്ന കാലത്ത് സവിശേഷമായ മറ്റൊരു അനുഭൂതി ഉണ്ടാകുന്നു. ഒരു ദേശത്തിൻ്റെ കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കോഴിക്കോടിൻ്റെ പൊതുജീവിതത്തെക്കുറിച്ചല്ല നിങ്ങൾ അറിയുന്നത്, മറിച്ച് ഈ മൊത്തം നോവൽ വായിച്ച് തീരുമ്പോഴേക്കും സവിശേഷമായ ഒരു അനുഭവം കൊണ്ട് നിങ്ങളുടെ ഹൃദയം വിശാലമായി തീരുന്നു. നമുക്കാരും അത് വായിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്നൊന്നും തോന്നുകയില്ല. 2ാം ലോകയുദ്ധം വരെയുള്ള കാലമാണ്. 2ാം ഊഴം വായിക്കുന്നതോടുകൂടി വ്യാസൻ നാം വായിച്ച മഹാഭാരതം അല്ല, മറ്റൊരു മഹാഭാരത കഥ നമ്മുടെ മുമ്പിൽ വിരിഞ്ഞു വരുന്നു, വിശേഷമായ സൗന്ദര്യ വസ്തുവായി മാറുന്നു. അത് ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോഴും ഇനി നമ്മുടെ ഈ പുതിയ ഇറങ്ങിയ നോവലുകൾ വായിക്കുമ്പോഴും ആ അനുഭൂതി നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് മികച്ച കലാവസ്തുവാണ്. ആ അനുഭൂതിയുടെ വിശകലനം ചെയ്യുന്ന തൊഴിലാളിയാണ്, വിദഗ്ധ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ സർഗാത്മകനായ എഴുത്തുകാരനാണ് സാഹിത്യ നിരൂപകൻ. അയാൾ മറ്റേയാളുടെ താഴെ നിൽക്കുന്ന സർഗാത്മക എഴുത്തുകാരൻ്റെ താഴെ നിൽക്കുന്ന സർഗാത്മകതയൊന്നും കുറഞ്ഞ ഒരാളല്ല, മറിച്ച് ഈ കൃതിയെ ഒരു വിശേഷഭരിതമായ വായനയ്ക്ക് വിധേയമാക്കുന്ന ആളാണ്. നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്, സാഹിത്യ നിരൂപകനും വായിക്കുന്നുണ്ട്. സാഹിത്യ നിരൂപണം വ്യത്യസ്തമായ ഒരു വായനയാണ്. എനിക്ക് ആകെ പറയാനുള്ളത്, സാഹിത്യ നിരൂപണം ഏതെങ്കിലുമൊക്കെ കക്ഷി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പറയാനുള്ള, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബാധ്യത ചുമക്കാനുള്ള ഒരു പണ്ട് വില്യം ജെയിംസ് ഹെൻറി ജെയിംസ് നോവലിനെ നിർവഹിച്ച പോലെ ബാഗി മോൺസ്റ്റർ എന്ന് കളിയാക്കി, അങ്ങനെ ഒരു ബാഗി മോൺസ്റ്റർ അല്ല, അത് ഒരു സൗന്ദര്യ വസ്തു ആണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാജേശ്വരനേട്ടൻ പറഞ്ഞതുപോലെ ഒരു കക്ഷി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടല്ല അശോകൻ ചേട്ടൻ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിലെ ഈ സാഹിത്യ നിരൂപകർ നമ്മുടെ എഴുത്തുകാരെ മുന്നിൽ നിന്ന് നയിച്ചതുപോലെ ഇന്ന് ഈ പറഞ്ഞ നമ്മുടെ നിരൂപകരുടെ
ഇപ്പോൾ രാജശേഖരൻ ചേട്ടനെ പോലെ അല്ലെങ്കിൽ രവികുമാർ സാറിനെ പോലെയുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ എഴുതി തുടങ്ങുകയും എഴുതി തെളിയുകയും ചെയ്ത വലിയ നിരൂപകർക്കപ്പുറം പുതിയ നിരൂപകരെ നമ്മൾ കാണാത്ത, നിരൂപകരില്ലെന്നല്ല, വളരെ ഗൗരവമുള്ള സാഹിത്യ നിരൂപണം നടത്തുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അവർക്ക് സ്പേസ് കിട്ടാത്ത, നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക്, വായനക്കാരുടെ ഒരു മണ്ഡലത്തിലേക്ക് കാര്യമായ ഒരു വെളിച്ചം കിട്ടാത്ത ഒരു സാഹചര്യം ഇന്നുണ്ട്. അതിന് ഇപ്പോൾ നേരത്തെ രാജശേഖരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞ മാധ്യമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമുള്ള സ്പേസ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ടാകാം. അത് നിൽക്കട്ടെ, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു എഴുത്തുകാരനെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ, ഇപ്പോൾ രാജശേഖരൻ പറഞ്ഞതുപോലെ ഒരു എഴുത്തിൽ നിന്ന്, ഒരു നോവലിൽ അല്ലെങ്കിൽ ഒരു കഥയിൽ ഇന്ന തരത്തിലുള്ള രാഷ്ട്രീയ സൗന്ദര്യ വിശേഷങ്ങളാണ് ഉള്ളത്, അത് ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട ഒരു രചനയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ, എന്ന് വിശദീകരിക്കുന്ന തരത്തിലുള്ള സാഹിത്യ നിരൂപണങ്ങൾ കഴിഞ്ഞൊരു 10-15 അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് നമ്മൾ അധികം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കാണുന്നില്ല എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ എഴുത്തുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്? ബിജു പറഞ്ഞ പോലെ ഈ എഴുത്തുകാരൻ, സാഹിത്യ വിമർശകന് ഒരു വിഷൻ വേണം, കാലത്തിൻ്റേതായിട്ടുള്ള ഒരു കാലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിലപാട് വേണം എന്ന് ഞാൻ പറഞ്ഞതിനെ അങ്ങേയറ്റം തെറ്റിദ്ധരിച്ചിട്ടാണ് എൻ്റെ സുഹൃത്ത് രാജശേഖരൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം അത് കക്ഷി രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്കാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലെ സാഹിത്യ വിമർശകന്മാരെയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊരിക്കലും അവർ മുമ്പേ നടന്നവരാണ്. അത് സാഹിത്യത്തിൻ്റെ കൃതികളുടെ മാത്രമല്ല, എഴുത്തുകാരൻ്റെ മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ നടന്നവരാണ്. പലപ്പോഴും സാഹിത്യ വിമർശനം പുസ്തകങ്ങളിലും സാഹിത്യകൃതികളിലും ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അത് പിന്നീട് സാമൂഹ്യ വിമർശനമായി മാറി. ഒട്ടുമിക്കവാറും നമ്മുടെ വലിയ സാഹിത്യ വിമർശകന്മാരൊക്കെ തന്നെ പിന്നീട് സാഹിത്യത്തിൻ്റെ പിടി പോലും വിട്ടു, അവർ സാമൂഹ്യ വിമർശനം മാത്രമായി മാറുകയുണ്ടായി. അപ്പോൾ സാഹിത്യ വിമർശകരിൽ നിന്ന് സാമൂഹ്യ വിമർശനത്തിലേക്ക് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ സാമൂഹ്യ വിമർശനത്തിൻ്റെ ഒരു ഉപാധിയായി അവർക്ക് സാഹിത്യം. ആ രീതിയിൽ സാഹിത്യത്തെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, സാമൂഹ്യ വിമർശകന്മാർ, അവർ വാസ്തവത്തിൽ അവരെ നമ്മുടെ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് പിന്നീട് അവലംബിക്കുകയാണ് ചെയ്തത്. പലപ്പോഴും നമ്മുടെ മുണ്ടശ്ശേരി ആയാലും പിന്നീട് വന്ന സുകുമാർ അഴീക്കോടായാലും KP അപ്പനായാലും അവരെയൊക്കെ തന്നെ പലപ്പോഴും അതത് കാലഘട്ടത്തിലെ കക്ഷി രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകളുമൊക്കെ തന്നെ രൂപീകരിക്കുന്നതിന് അവരെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അവരെ ഒരു ആചാര്യസ്ഥാനത്ത് കണ്ടുകൊണ്ട് ഉള്ളൊരു പ്രവർത്തനമാണ് പിന്നീട് കക്ഷി രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രമാത്രം ഉയരത്തിലേക്ക് അവരെ വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളൊരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർ ജീവിക്കുന്ന കാലത്തിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കി എന്നുള്ളൊരു വേർഡ് അത് ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് പൊളിറ്റിക്സിന് പല അർത്ഥങ്ങളുണ്ട്, പല രീതിയിൽ അത് ഉപയോഗിക്കപ്പെടും. നാം ജീവിക്കുന്ന കാലത്തിൻ്റെ ഒരു സ്പിരിറ്റ് എന്താണ് ലോകം ആവശ്യപ്പെടുന്നത്, എന്താണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രതിസന്ധിയെ മറികടക്കാൻ, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ എന്താണ് ഉപാധി. ഇപ്പോൾ പല ഇപ്പോൾ അത് സങ്കീർണമാണെന്നുള്ളൊരു പ്രശ്നമാണ്, ശരിയാണ്. ഇപ്പോൾ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ മുമ്പിലെ കേരളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിലെ സാമൂഹികമായ അനീതികൾ, തൊട്ടുകൂടായ്മ, അയിത്തം, അത്തരം കാര്യങ്ങളായിരുന്നു, വളരെ കൃത്യമാണ്. അപ്പോൾ 2 വിഭാഗങ്ങളായിട്ട് സമൂഹം വേർപിരിഞ്ഞിരിക്കുന്നു. പിന്നീട് വന്ന ദേശീയ സ്വാതന്ത്ര്യ സമരം വളരെ കൃത്യമാണ്. കാരണം സാമ്രാജ്യത്വം, അതിനെതിരായിട്ടുള്ള പോരാട്ടം എവിടെ നിൽക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഈ സത്യാനന്തര കാലം എന്ന് പറയുന്നത് പോലെ ഏത് രീതിയിലാണ് ഈ കാലത്തെ അടയാളപ്പെടുത്തേണ്ടത്, ആരാണ് ഇവിടെ ശത്രു, ആരാണ് മിത്രം? ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ശത്രു പുറത്തല്ല, അകത്താണെന്നുള്ളതാണ്. ശത്രു സൈനിക താവളം അടിച്ചിരിക്കുന്നത് ഇരയുടെ മനസ്സിൻ്റെ അകത്താണ്. അപ്പോൾ ആരാണ് ശത്രു, ആരാണ് മിത്രം, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് കുറ്റം, ഏതാണ് ഭാഗത്താണ് ശരിയല്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വലിയ അത്യന്തം സങ്കീർണമായ സാഹചര്യത്തെ ഒരു പരിധിവരെയെങ്കിലും സർഗാത്മക സാഹിത്യകാരന്മാർ മനസ്സിലാക്കുന്നു അനുഭവങ്ങളിലൂടെ. ഈ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ ഈ സംഗതി മാത്രമല്ല വിമർശകൻ്റെ മെറ്റീരിയൽ. അയാൾക്ക്
ലോകത്തിലെ മറ്റ് കൃതികളും ലോകത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ദാർശനിക പ്രശ്നങ്ങളും രാഷ്ട്രീയ സംഭവവികാസങ്ങളും ഭരണമാറ്റങ്ങളും ചരിത്രത്തിലുണ്ടാകുന്ന തിരിച്ചടികളും ഒക്കെ അയാളുടെ ഒരു വിഷയമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അയാൾ കൃതിയെ പരിശോധിക്കുന്നത്. അത്തരമൊരു പരിശോധന നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഞാനവിടെ ഉന്നയിക്കാൻ ശ്രമിച്ചത്. മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. സാഹിത്യ നിരൂപണത്തിന് മറ്റു പല പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്ര സ്പേസ് കിട്ടുന്നുണ്ടോ, വായനക്കാരുണ്ടോ, മാത്രമല്ല സാഹിത്യകൃതിയുടെ പണ്ട് കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹിത്യകൃതിയുടെ മൂല്യം നിർണ്ണയിക്കുകയും അത് വായനക്കാരനെ അയാൾ ആ കൃതിയിലേക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ചിരുന്നത് സാഹിത്യ വിമർശകനാണ്. ഇന്ന് അദ്ദേഹം ആ സാഹിത്യ വിമർശകൻ ബോധമായി മാറിയെന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടോ വേറെ പല സംഗതികളും അതിലേക്ക് കടന്നു വന്നിട്ടിരിക്കുന്നു. നിരർത്ഥകമായ പല സംഗതികളാണ് കടന്നു വന്നിട്ടിരിക്കുന്നത്. ഒന്ന് പുരസ്കാരം, ഏറ്റവും അർത്ഥശൂന്യമായ കാര്യമാണ്. നിരൂപകന് പകരം അവിടെ വന്നിരിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പുരസ്കാരമാണ്. ഇപ്പോഴും നമ്മളൊക്കെ പരിചയപ്പെടുത്തുമ്പോഴും പുരസ്കാരമാണല്ലോ വരുന്നത്. എന്തുകൊണ്ടാണ് പുരസ്കാരം എന്ന് വരുന്നത്? വായനയല്ല, യഥാർത്ഥതര വായനയല്ല. നിരൂപകൻ്റെ വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുന്നതമായൊരു വായനയാണ്. അങ്ങനെ ഒരു വായനയല്ല, മറിച്ച് പുരസ്കാരം എന്ന് പറയുമ്പോൾ വളരെ ബാഹ്യമായ തലത്തിലുള്ള ചില ഏർപ്പാടുകളാണ്. അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്. പിന്നെ മാർക്കറ്റിംഗ്, ഈ രണ്ട് സംഗതികളും തലം പിടിക്കുകയും നിരൂപകൻ തള്ളി മാറ്റപ്പെടുകയും ചെയ്തിരിക്കും. എനിക്കൊന്ന് രാജശേഖരനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് രണ്ട് സംഗതി എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ സാഹിത്യ നിരൂപണത്തിന് സാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പലപ്പോഴും അക്കാഡമിക്കായ നിരൂപണം അത് ചില സിദ്ധാന്തങ്ങൾ എടുത്തു വെച്ച് അവരുടെ ചില ഒരു ഉപജീവന മാർഗമായി തൊഴിൽപരമായ ആവശ്യം. അപ്പോൾ അത് ഈ പറഞ്ഞ ഭാരതേന്ദ്രൻ ചുള്ളിക്കാട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൃതി നിങ്ങൾക്ക് പഠിക്കാനുള്ള, നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു ഉപാദാനമായി എന്നെ കാണരുത്, നിങ്ങൾ ദയവായിട്ട് എൻ്റെ കൃതി പഠിക്കാൻ വെക്കരുത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന ഈ അക്കാഡമിക് നിരൂപണങ്ങൾ അങ്ങനെ മാറുകയും, നിരൂപണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ പറയുന്ന കൃതിയെ ഒരു സിദ്ധാന്തം വെച്ച് മുറിച്ച് പരിശോധിക്കുന്ന എന്തൊരു ഇടപാടാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഈ പറഞ്ഞ ഉന്നതമായ ഒരു സർഗാത്മക വായനയ്ക്ക് നിരൂപകനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സർഗാത്മക വായനയുടെ അവസരം ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തുതയുണ്ടോ? ഇവിടെ ഒരു അടിസ്ഥാന പ്രശ്നമുള്ളത് വളരെ സ്വാഭാവികമായി ചെറുപ്പത്തിൽ തന്നെ ആർജിച്ച ഒരു സാഹിത്യാഭിരുചി ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എഴുത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് സർഗാത്മകമായ വഴികളിലായിരിക്കും പോവുക, ചിലപ്പോൾ അത് നിരൂപണത്തിൻ്റെ വഴിയിലൂടെയാകും പോവുക. അങ്ങനെ അത് വഴിതിരിഞ്ഞ് പോകാം. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ നാം അറിയുന്നിടത്തോളം നമുക്ക് കാണുന്ന വലിയ എഴുത്തുകാരുടെ ഉദാഹരണങ്ങളിലെല്ലാം ഉള്ള ഒരു കാര്യം, വളരെ ചെറുപ്പത്തിൽ തന്നെ വായനയിൽ ആണ്ട് മുഴുകുകയും സ്വാഭാവികമായി തന്നെ നല്ല കൃതികൾ വായിച്ച് അതിലൂടെ ഒരു അഭിരുചി ബോധം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രം സാധ്യമാകുന്നതാണ് ആ തരത്തിലുള്ള ഒരു വളർച്ച. നിരൂപകന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണത്. പലപ്പോഴും ഈ ബിജു പറഞ്ഞതുപോലെയുള്ള ഒരു തൊഴിൽപരമായ ആവശ്യത്തിന് വേണ്ടി സാഹിത്യം പഠിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സിലബസിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ സ്വാഭാവികമായ സാഹിത്യാഭിരുചിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു മനോവികാസം ക്രിയേറ്റീവായിട്ടുള്ള രചനകളേക്കാൾ കൂടുതലായിട്ട് വിശകലനാത്മകമായ രചനകൾ നടത്താൻ അയാളുടെ മനസ്സിനെ പ്രാപ്തനാക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ സുഹൃത്ത് രാജശേഖരൻ തന്നെ ചില ക്രിയേറ്റീവായിട്ടുള്ള ചില കഥകളൊക്കെ ആദ്യം എഴുതിയിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ടല്ല, ഇന്നും മികച്ച കഥകളായിട്ട് പരിഗണിക്കാവുന്ന ചില കഥകളൊക്കെ മാതൃഭൂമിയിൽ ആദ്യകാലത്ത് എഴുതിയിരുന്നു. ഉണ്ട്, വസ്തുതയാണ്. ബിജു മാത്രമല്ല, വേറെ ആളുകളൊക്കെ ഇവിടെ കഥ എഴുതുന്നുണ്ട്. വിഷയം അതല്ല. ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ താൻ ആർജിച്ച കഥയെക്കുറിച്ചുള്ള ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിനൊപ്പം തൻ്റെ കഥ വന്നില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നായിരിക്കാം അതിൽ മുന്നോട്ട് പോകാതിരുന്നത്. ഞാൻ അങ്ങനെ കഥയോ കവിതയോ ഒന്നും എഴുതി തുടങ്ങിയ ഒരാളല്ല. എങ്കിൽ പോലും വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല കൃതികൾ വായിച്ചതുകൊണ്ട് അങ്ങനെയുള്ള സാഹസത്തിനൊന്നുമുള്ള ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾ നല്ല ഒരു തുടക്കക്കാർ എന്ന് പറയാവുന്ന ഒരു
ഹയർ സെക്കൻഡറി വരെയൊക്കെയുള്ള കുട്ടികൾക്ക് കഥയെഴുത്തുകാർക്ക് പ്രയോജനപ്പെടാവുന്ന ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് എഴുതി. രാജശേഖരൻ പറഞ്ഞ് ഇങ്ങനെ ചില പാഠപുസ്തകങ്ങളൊക്കെ കൊള്ളാമെന്ന്. കഥയുടെ കലാതന്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് കഥയെഴുത്ത് പഠിപ്പിക്കാനുള്ള പുസ്തകമല്ല, പക്ഷേ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കഥയെഴുത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ, ഒരു സൈക്കിൾ ഓടിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വീഴാതെ രക്ഷപ്പെടും. പക്ഷേ സ്വന്തം നിലയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഈ പിടി വിട്ട് തന്നെ ചവിട്ടിപ്പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ നല്ല കഥകൾ വായിക്കുന്നത് കഥയെഴുത്തിന് ആവശ്യമാണ്. അതേ സമയത്ത് തന്നെ അങ്ങനെ നല്ല കഥകൾ വായിച്ച് സമാന്തരമായിട്ട് എഴുതാതിരുന്നാൽ നിങ്ങൾക്ക് നല്ല കഥകൾ എഴുതാൻ കഴിയില്ല. കാരണം നല്ല കഥയെക്കുറിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് ഉറച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെക്കോവിൻ്റെ നിലവാരത്തിലേ എഴുതുള്ളൂ, ഞാൻ വിജയൻ്റെ നിലവാരത്തിലേ എഴുതുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ ഈ നിരൂപകനായാലും കഥാകൃത്തായാലും കവിയായാലും ആദ്യഘട്ടത്തിൽ അവനിൽ സ്വാഭാവികമായിട്ട് തന്നെ സാഹചര്യവശാലും അവൻ്റെ അഭിരുചിപരമായിട്ടുള്ള ഒരു സാഹിത്യ താല്പര്യം എത്ര കണ്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അത് ഒരു വഴിക്ക് നിരൂപണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു വഴിക്ക് ക്രിയേറ്റീവായ തലങ്ങളിലേക്ക് പോകുന്നു. എപ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള എഴുത്തിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പം നമ്മൾ വലിയൊരു ചർച്ച നടത്തിയ ഒരു കാര്യം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന നിരൂപകന്മാരെ കുറിച്ചാണ്. അങ്ങനെ നമ്മൾ വളരെ ആദരവോടുകൂടി കണ്ടിട്ടുള്ള ആളുകളാണ് ഈ മുണ്ടശ്ശേരിയും കേസരി ബാലകൃഷ്ണപിള്ളയൊക്കെ. കേസരിയുടെ പേര് ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ കേസരിയുടെ രചനകളിൽ അദ്ദേഹം അങ്ങനെ ഒരു സമൂഹത്തെ നയിക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളത് ഇപ്പോഴും വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ കേസരി മുന്നോട്ട് വെച്ച എഴുത്തുകാരൊന്നും അത്ര പ്രധാനപ്പെട്ട എഴുത്തുകാരല്ല എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതേസമയത്ത് ചങ്ങമ്പുഴയൊക്കെ അദ്ദേഹം കാണുകയും വേർതിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ MB ഇപ്പോൾ കുറച്ചുകൂടി പുതിയ എഴുത്തുകാരെ വേർതിരിച്ചറിയാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ബാല്യകാല സഖിയുടെ ആ ഇൻട്രൊഡക്ഷൻ എഴുതിയത് വഴി വാസ്തവത്തിൽ ബഷീറിനെ പോലെ ഈ സാഹിത്യത്തെക്കുറിച്ചൊക്കെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്ന, എപ്പോഴും മുഖ്യധാരയിൽ നിന്ന് വേടിച്ച് നിൽക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരനെ ആത്മവിശ്വാസം കൊടുത്ത ഒരു വലിയ ഘടകം അതാണെന്ന് ബഷീർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം മുണ്ടശ്ശേരി പഴയ കൃതികളെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. അദ്ദേഹം സമകാലിക കൃതികളെക്കുറിച്ച് ചർച്ച നടത്തിയില്ല. അപ്പോൾ പുതിയ തരത്തിലുള്ള പുതിയ കാലത്തിൻ്റെ പുതിയ രചനകൾക്ക് വഴി കാട്ടിക്കൊടുക്കുക, എഴുത്തുകാർക്ക് വഴി കാട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ നിരൂപകർക്കും ചെയ്യാൻ പറ്റുന്നതല്ല, സാന്ദർഭികമായിട്ട് സംഭവിക്കുന്നതാണ്. മിക്കപ്പോഴും സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു നിരൂപകൻ വിചാരിച്ചിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ക്രിയേറ്റീവ് റൈറ്റേഴ്സ് മുന്നോട്ട് പോവില്ല. നല്ല രചനകൾ വരുമ്പോൾ അതൊരു പുതിയ കാലത്തിൻ്റെ ഭാവുകത്വമായി രൂപപ്പെട്ടു വരുമ്പോൾ അതിനെ വേർതിരിച്ചറിഞ്ഞ് ഇത് ഇന്നതാണ് എന്ന് സമൂഹത്തിനും എഴുത്തുകാർക്കും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നിരൂപകർ കഴിയും. അത് ഏറ്റവും നന്നായിട്ട് നടന്ന ആധുനികതാവാദത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ നമ്മളിപ്പോൾ ഒരു കുറ്റവാളി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാം മോശമായതിൻ്റെ, അത് കോളേജ് പ്രൊഫസർമാരാണെന്നാണ് പറയുന്നത്. കാരണം അവർ കഠോര പ്രബന്ധങ്ങളൊക്കെ തൊഴിൽപരമായ ആവശ്യത്തിനൊക്കെ എഴുതുന്നു, കുട്ടികളൊക്കെ പ്രബന്ധം എഴുതുന്നു. സത്യത്തിൽ ഈ സാഹിത്യ തിരുവോണം സൃഷ്ടിച്ചത് കേരളത്തിലെ കോളേജ് പ്രൊഫസർമാരാണ്. ഈ കോളേജ് പ്രൊഫസർമാരാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലം നിശ്ചയിച്ചത്. അവർ പറഞ്ഞ കാലമല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. മുണ്ടശ്ശേരിയുടെ കവിത കാച്ചിക്കുറുക്കിയ കവിതയാണെന്ന് ഒരിക്കൽ MN വിജയൻ പറഞ്ഞതാണ്. 22ാമത്തെ വയസ്സിലാണ് MN വിജയൻ എന്ന MA വിദ്യാർത്ഥി വൈലോപ്പിള്ളിക്ക് അവതാരിക എഴുതുന്നത്. അദ്ദേഹം കോളേജ് പ്രൊഫസർ ആയിരുന്നു. സത്യത്തിൽ മലയാളത്തിലെ സാഹിത്യ നിരൂപണം സൃഷ്ടിച്ചത് കോളേജ് പ്രൊഫസർമാരും പത്രപ്രവർത്തകരും ചേർന്നാണ്. ഈ കേസരി ബാലകൃഷ്ണപിള്ളയും ഉട്ടീഷ്ണമാരാരും BK രാജശേഖരനും ഒഴിച്ച് ബാക്കി എല്ലാ നിരൂപകരും പ്രൊഫസർമാരായിരുന്നു. ഈ 3 പേര് മാത്രമേ പ്രൊഫസർമാരാവാൻ യോഗമില്ലാതെ പോയുള്ളൂ. അപ്പോൾ ഈ അവരെഴുതുമ്പോൾ അതൊരു സവിശേഷമായ പഠനത്തിന് വേണ്ടി സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കണം. പണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ രസം, ധ്വനി, സംസ്കൃതത്തിലെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചു. ആധുനിക കാലത്ത് നമ്മൾ പാശ്ചാത്യമായ സിദ്ധാന്തങ്ങൾ, ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. കുട്ടികളത് പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് പിന്നീടുള്ള തലമുറകളെ പഠിപ്പിക്കാൻ പറ്റും. സാഹിത്യകൃതിയെ പഠിപ്പിക്കാനുള്ള സവിശേഷ മാർഗ്ഗങ്ങൾ പഠിപ്പിക്കുന്നതിനാണ് എഴുതുന്നത്. അപ്പോൾ സിദ്ധാന്തം പഠിക്കണം. സിദ്ധാന്തം വളരെ വിഷമമുള്ളതാണ്, വലിയ വിജ്ഞാനം വേണം. അപ്പോൾ അത് കുട്ടികളൊക്കെ ചിലപ്പോൾ എഴുതുമ്പോഴൊക്കെ അവരുടെ അറിവില്ലായ്മ, അപ്പോൾ ഭാഷയുടെ ഒരു കഴിവില്ലായ്മ, അതുകൊണ്ട് ആകെ ദുരൂഹമായൊരു മന്ത്രവാദം പോലെ തോന്നും. സർഗാത്മകമായൊരു ഭാഷ പല ആളുകൾക്ക് ഇല്ല. അതുകൊണ്ടാണ് ആളുകൾ നിരൂപണം വായിക്കാതെ പോകുന്നത്. ഇനി സാഹിത്യ നിരൂപണം സത്യത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ ലേഖനങ്ങളൊക്കെ വായിച്ച എത്ര പേരുണ്ട്? ഈ ഇരിക്കുന്ന ഞാനും രവികുമാർ എഴുതിയ ലേഖനങ്ങൾ നിങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ട്?
നമ്മൾ സാഹിത്യ നിരൂപണം അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ സീരിയസ് ആയി സാഹിത്യ നിരൂപണം വായിക്കുന്നവർ വളരെ കുറച്ച് മാത്രമാണ്. അപ്പോൾ ഈ അക്കാഡമിക് പ്രബന്ധങ്ങൾ എഴുതുന്നത് കുട്ടികൾ എഴുതുന്നു, അധ്യാപകർ എഴുതുന്നു, അവരുടെ ഒരു അനലിറ്റിക്കൽ രീതിയാണ്. അത് നമ്മൾ വലിയ ആരും അത് കാര്യമാക്കുന്നില്ല. അത് UGCയെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയല്ലോ, UGC നിർബന്ധിച്ചത് കൊണ്ടാണ്. പക്ഷേ സാഹിത്യ നിരൂപണം അങ്ങനെയല്ല. നമ്മൾ സാഹിത്യ നിരൂപണത്തിൻ്റെ രൂപം മാറുകയാണ്. തിയറിയുടെ കാലം അവസാനിച്ചു. പോസ്റ്റ് തിയറി എന്ന് പറഞ്ഞ ഘട്ടത്തിലൂടെയാണ് ഇന്ന് പാശ്ചാത്യ ലോകവും കടന്നു പോകുന്നത്. സിദ്ധാന്തത്തിന് പകരം കൃതിയുടെ വാല്യൂവിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം പാശ്ചാത്യ ലോകത്തും സജീവമായി നടക്കുന്നുണ്ട്. എത്തിക്സിനെക്കുറിച്ച് ന്യൂ ഫോമലിസം എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ സ്കൂൾസ് പാശ്ചാത്യ വിമർശനത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് സാഹിത്യകൃതിയെ അതിൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനം, വാല്യൂ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ സൗന്ദര്യം, കേവല സൗന്ദര്യവാദമല്ല, മറ്റൊരു തരം മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്ന പുതിയ സമ്പ്രദായത്തിലേക്ക് സാഹിത്യ നിരൂപണം വഴിമാറുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ സാഹിത്യ നിരൂപണത്തിൻ്റെ രീതി. സാഹിത്യ നിരൂപണത്തിന് ആൾ കുറവുള്ളതുപോലെ അത് വായിക്കുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. കാരണം ആ വായന നിങ്ങളെ പരിക്ഷീണരാക്കും. കഠിനമായ ആശയങ്ങളോടും സങ്കീർണങ്ങളായ ആശയങ്ങളോടും ഏറ്റുകൊണ്ടുമ്പോൾ ക്ഷീണിക്കും. അതിന് ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അനായാസമായ ഒരു ഞായറാഴ്ച വായനയ്ക്കാണ്. അതുകൊണ്ട് അത്തരം പുസ്തകങ്ങൾ 2 ലക്ഷം കോപ്പി ഒരു ദിവസം കൊണ്ട് തന്നെ വിറ്റഴിയുകയും ചെയ്യും. അങ്ങനെ മുട്ടായി പരിവ സാഹിത്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സൂചന രവികുമാർ പറഞ്ഞു. ഈ പ്രശംസയുടെയും ഒക്കെ ഒരു ലോകം വന്നിരിക്കുന്നു. അതിന് നമ്മൾ സാഹിത്യമായി തന്നെ കണക്കാക്കേണ്ടതില്ല. അത് സാഹിത്യമല്ല എന്ന് കാണാതിരിക്കുന്നതാണ് സാഹിത്യ നിരൂപണത്തിൻ്റെ ഒരു വഴി. നമുക്കിനി നമ്മുടെ ചർച്ചയുടെ ഒരു ഘട്ടം എത്തി നിൽക്കുകയാണ്. നമുക്കിനി ഈ പറഞ്ഞ നമ്മുടെ സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയും ഇവരെ മറുപടി പറയുകയും ചെയ്യും. ശ്രീ KS രവികുമാർ സാറ് പറഞ്ഞു, സാറ് സർഗാത്മക സൃഷ്ടികളിലാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ കഥകളിലാണ് തുടങ്ങിയത്. പിന്നെ നല്ല കഥകൾ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി എന്നൊരു സൂചന തന്നു. അങ്ങനെ രവികുമാർ പറഞ്ഞില്ല, കേട്ടതിൻ്റെ കുഴപ്പമാണ്. രവികുമാർ അങ്ങനെ പറഞ്ഞേയില്ല. ഏയ് ഒരിക്കലും സാർ ആദ്യം കഥകൾ എഴുതി തുടങ്ങി, എന്നിട്ടത് അതിലേക്ക് പിന്നെ തുടരാഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തായാലും ആത്മകഥ പറയാം. വളരെ മോശമാണ് ഈ ആത്മകഥ പറഞ്ഞത്. കാരണം പണ്ടൊക്കെ പ്രശസ്തര ആത്മകഥ എഴുതിയിരുന്നു. ഇപ്പോൾ ആത്മകഥ എഴുതി പ്രശസ്തരാകുന്ന കാലമാണ് ആളുകൾ. അതായത് ഞാൻ കേരള സർവകലാശാല എന്ന് വെച്ചാൽ അവിഭക്ത കേരള MG ഒക്കെ വരുന്നതിന് മുമ്പുള്ള സർവകലാശാലയുണ്ട്. അത് കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ ഞാൻ 5 തവണ ചെറുകഥയ്ക്ക് 1ാം സമ്മാനം വാങ്ങിയ ആളാണ്. ഞാനും അൻവർ അലി എന്ന് കവിയില്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടെ മലയാള സാഹിത്യം ഏതാണ്ട് നന്നാക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കഥകളൊക്കെ മാതൃഭൂമിയിലൊക്കെ അടിച്ചു. ഇതിൻ്റെ പ്രശ്നം, എനിക്ക് ഒരു വർഷം 1 എണ്ണം അല്ലെങ്കിൽ പരമാവധി 2 എണ്ണമേ എഴുതാൻ പറ്റൂ. പിന്നീട് എൻ്റെ അതേസമയം ഈ സർഗാത്മക വായനയുടെ ഒപ്പം എൻ്റെ സൈദ്ധാന്തിക വായന, മറ്റ് വിഷയങ്ങളിലുള്ള വിഷയാന്തര വായന, പലതരം വിഷയങ്ങൾ, പലതരം വൈജ്ഞാനിക മണ്ഡലങ്ങൾ, ഇതൊക്കെ ആയിട്ട് എൻ്റെ സാഹിത്യ ഗവേഷണവും അങ്ങനെ പതുക്കെ നമ്മുടെ കമ്മിങ് ഓഫ് ഏജ് കഴിയുമ്പോഴേ നമ്മൾക്ക് മാറുമല്ലോ വഴി. അങ്ങനെ ഒരുപാട് പേര്, വൈലോപ്പള്ളി സയൻസ് പുസ്തകം ആദ്യം എഴുതിയത്, ആദ്യം പ്രസിദ്ധീകരിച്ച പുസ്തകം ഒരു ശാസ്ത്ര പുസ്തകം, അതെഴുതിക്കൊണ്ട് ഇരുന്നെങ്കിൽ മലയാളത്തിന് ഏറ്റവും വലിയ കവി നഷ്ടപ്പെട്ടു പോയാൽ. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിത് ഒരുപാട് എഴുതാൻ പറ്റില്ല. കഥയുടെ മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എഴുതണ്ടേ. അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് നിർത്തിയത്. അതുകൊണ്ട് ഞാൻ നല്ല കഥ വായിച്ചില്ല. ഞാൻ യഥാർത്ഥത്തിൽ നല്ല കഥകൾ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ, എനിക്ക് വാക്കുറച്ചു തുടങ്ങിയത് മുതൽ, വായിക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് പുസ്തകം വായിക്കുക എന്ന ഒരു ജോലിയല്ലാതെ യാതൊരു അധ്വാനവും ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. സാമൂഹ്യ പരിഷ്കരണത്തിൽ ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല, ഒന്നിലും പോയിട്ടില്ല. പുസ്തകം മാത്രമേ വായിച്ചു. അത് നല്ല കഥകൾ വായിച്ച് തന്നെയാണ് ഞാൻ വന്നത്. ഇന്നും എൻ്റെ ശക്തി എന്ന് പറയുന്നതും ഞാൻ ഈ ആത്മവിശ്വാസത്തോടെ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇതുവരെയും വായിച്ചു വന്ന പുസ്തകങ്ങളുടെ അസാധാരണമായ ശക്തി കൊണ്ടാണ്. അതുകൊണ്ടാണ്. അല്ലാതെ നല്ല കഥ വായിച്ച ഞാൻ പൊട്ടക്കഥ എഴുതിയെന്നല്ല, നല്ല കഥകളാണ്. ആ കാലത്തെ നല്ല കഥകൾ തന്നെയാണ് ഞാൻ എഴുതിയത്. അതുകൊണ്ട് മാതൃഭൂമി അച്ചടിച്ച് ഇപ്പോഴല്ല, 90കളുടെ തുടക്കത്തിലും 80കളുടെ അവസാനവുമാണ് ആ കഥകൾ വന്നത്. നീ ബിജു പറഞ്ഞ പോലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ എഴുത്തുകാരാണല്ലേ നമ്മൾ. ഞാനങ്ങനെ ഒരു ദുസൂചന ഇല്ലാതെ തന്നെയാണ് പറഞ്ഞത്, അത് വ്യക്തമായിട്ട് അപ്പോൾ പറയുകയും ചെയ്തിരുന്നു. എനിക്ക് 2 ചോദ്യമുള്ളത്, രണ്ടും ഒന്നിരിക്കുമോ? രണ്ടും ഈ കോഴിക്കോട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കൊസ്രാക്കുള്ളി ചോദ്യമാണ്. ഈ മുനതെയ്യുന്ന സർഗാത്മകത എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊരു മറുവശമുള്ളത്, സാഹിത്യം ഒരുപാട് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകുന്നൊരു മേഖലയായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. പബ്ലിഷേഴ്സ് പോലും എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതിനനുസരിച്ച് ബുക്ക് കോൺട്രാക്റ്റ് കൊടുക്കുക, ബുക്ക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് ഏതെങ്കിലും തരത്തിൽ നിരൂപണം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അസൂയ ഉണ്ടാക്കുന്നുണ്ട്? അതായത് അവരുടെ മെത്തേഡല്ല, പക്ഷെ അവർ സൃഷ്ടിക്കുന്ന ഒരു അധികാര ശ്രേണി, അവരുടെ ഒരു പവർ ഏതെങ്കിലും തരത്തിലൊരു അസൂയക്ക് പാത്രമാകുന്നുണ്ടോ? രണ്ടാമത്തേത്, ഇപ്പം ഇതിലെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബുക്ക് ഇൻസ്റ്റാഗ്രാമേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ഒരു റീല് ചെയ്താൽ
ഒരു മോശം പുസ്തകം ഒരുപാട് വിൽക്കപ്പെടുകയും എന്നാൽ നല്ല പുസ്തകം ഒരു നല്ല സാഹിത്യ നിരൂപകൻ നിരൂപണം എഴുതിയിട്ടും വിൽക്കാതെ പോവുകയും ചെയ്യുമ്പം ശരിക്കും കുറ്റക്കാരൻ ആരാണ്? വായനക്കാരനാണോ, മാർക്കറ്റാണോ, അതോ നിരൂപകൻ പോരാത്തതുകൊണ്ടാണോ? കുറ്റക്കാരെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് അസൂയയുടെ പ്രശ്നം. അസൂയ ഉണ്ടാകാൻ വഴിയില്ല. കാരണം നിങ്ങൾ കെ.എസ്. രവികുമാറിനെ എന്നെ അവിടെ വിളിച്ചിരുത്തിയത്, ബുക്ക് ഫ്ലുവൻസർമാരെ അല്ല. അപ്പോൾ നിരൂപകൻ്റെ പവർ ഉള്ളത് കൊണ്ടാണ് സർഗാത്മക സാഹിത്യകാരൻ, ചെറുകഥാകൃത്തായ നോവലിസ്റ്റായ അശോകൻ ചെരുവിൽ നിരൂപകൻ്റെ രാജ്യഭാരത്തെക്കുറിച്ച്, അത് രാഷ്ട്രീയ ഭാരം ഉണ്ടെന്നുള്ള തീവ്രമായി ഞാനതിനെ എതിർത്തു എന്നുള്ളത് വേറെ കാര്യം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിരൂപകൻ ശക്തിയുണ്ട്, നിരൂപകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥ സാഹിത്യ നിരൂപകർ വേണമെന്ന് നിങ്ങൾ വായനക്കാരുടെ സമൂഹം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്, പ്രസാധകരും ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അസൂയയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ അസൂയപ്പെടാൻ സച്ചിൻ ടെണ്ടുൽക്കർ ഒന്നും ആവാനല്ലോ ഇവന്മാർ നടക്കുന്നത് അല്ലല്ലോ. നമുക്കങ്ങനെ കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെല്ലാം എഴുതുന്നു, എന്നേ ഞങ്ങളൊക്കെ തിരക്കഥ എഴുതി തന്നെ അല്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത ഒരു ദൗത്യമാണ്, നഷ്ടക്കച്ചവടമാണ്. ഇതുകൊണ്ട് അതിപ്രശസ്തിയോ വലിയ പുരസ്കാരങ്ങൾ പോലും ഇല്ല സാഹിത്യ നിരൂപണത്തിന്, അല്ലേ? എഴുത്തച്ഛൻ പുരസ്കാരം പോലും നോവലിസ്റ്റുകൾക്ക് കൊടുക്കേണ്ടതാണെന്ന് സർക്കാർ തന്നെ വിചാരിച്ചിരിക്കുക. ഭാഷയ്ക്കും സംസ്കാരത്തിനും, മലയാള ഭാഷയ്ക്കും കേരള സംസ്കാരത്തിനും സംഭാവനകൾ നൽകുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതിപ്പോൾ മലയാളത്തിൽ കൊടുക്കുന്ന ആർക്കാണ്? നോവലിസ്റ്റുകൾക്കാണ്. ആദ്യത്തെ പുരസ്കാരം കിട്ടിയത് ശൂരനാട്ട് കുഞ്ഞമ്പിള്ള, പിന്നീട് കെ.എം. ജോർജ്. അതുവരെയുള്ള മലയാള ഭാഷയ്ക്ക് മറക്കാനാവാത്ത ഈ കേരള സംസ്കാരത്തിന് മഹാസംഭാവനകൾ, സ്വന്തം ജീവൻ അർപ്പിച്ച് ചെയ്തവർക്കാണ്. ഇതിപ്പോൾ ആർക്കാ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പോൾ അത് മാർക്കറ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വേണം. പിന്നെ ഈ മാർക്കറ്റിൽ ഇത്രയും പബ്ലിഷേഴ്സ് മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ട്, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വിൽക്കാത്ത പുസ്തകങ്ങൾ സാഹിത്യ നിരൂപണം അച്ചടിക്കുന്നത്. ലക്ഷക്കണക്കിന് കോപ്പി വിൽക്കാത്ത എത്രയെങ്കിലും പുസ്തകങ്ങൾ മാതൃഭൂമിയും DC ബുക്സും പൂർണ്ണ ബുക്സും കറണ്ട് ബുക്സും ഒക്കെ അച്ചടിക്കുന്നില്ലേ? അതും ഒരു കണ്ട്. അതുകൊണ്ട് കൊസ്രാക്കൊള്ളിയല്ല നിങ്ങൾ പറഞ്ഞതിനകത്തൊരു സത്യമുണ്ട് നിതീഷേ. ഇതിൽ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സാഹിത്യ നിരൂപകന് ഒരു പവർ നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ സെഷൻ തന്നെ തെളിയിക്കുന്നത്. ഈ സാഹിത്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയെ അത് രൂപീകരിച്ചെടുക്കുന്നതിൽ സർഗാത്മക സാഹിത്യകാരന്മാർക്ക് വലിയ പങ്കാണുള്ളത്. അവരുടെയാണ് പ്രധാന റോൾ. പക്ഷേ അതിനെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമായിട്ട് രേഖപ്പെടുത്തി വളർത്തിയെടുക്കുന്നത് നിരൂപകരാണ്. അതായത് ഒരു കൃതിയെക്കുറിച്ച് നിരൂപകർ അഭിപ്രായം പറഞ്ഞെങ്കിലേ ആ കൃതി നാളെ അത് ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ, നാളേക്ക് നിലനിൽക്കുകയുള്ളൂ. ക്ലാസിക്കുകളെല്ലാം അങ്ങനെ രൂപപ്പെട്ടതാണ്. ഒരു കൃതി അതിൻ്റെ സ്വന്തമായ ഒരു നിലയിലുള്ള ഒരു വായനയുടെ ഒരു സാധ്യത കൊണ്ട് മാത്രം നിലനിൽക്കുന്നില്ല. അതിൻ്റെ നിലവാരം, അതിൻ്റെ സാധ്യത, അതിൻ്റെ ഒരു സമൂഹത്തിൽ, വായനാ സമൂഹത്തിൽ അതിൻ്റെ വളർച്ച, ഇതൊക്കെ നിർണ്ണയിക്കുന്നതിൽ അനുകൂലമായോ പ്രതികൂലമായോ നിരൂപകന് വലിയ റോളുണ്ട്. ഒരുപക്ഷെ നിരൂപകൻ പറയുന്നത് അതുപോലെ സംഭവിക്കണമെന്നില്ല. അതുപോലെ തന്നെ പറയുന്നതിനും അപ്പുറത്തേക്ക് വളർന്നെന്നിരിക്കാം. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം ചർച്ചകളിലൊന്നും പറയാത്ത ഒരു നിരൂപകനാണ് M. കൃഷ്ണൻ നായർ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വാരഫലം കഴിഞ്ഞ കൊല്ലം രാജശേഖരനൊക്കെ കൂടി ഇറക്കിയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കവിത അത് വന്നാൽ പിറ്റേ ദിവസം അഭിപ്രായം പറയുന്ന അഭിപ്രായം എന്നത്തേക്ക് നിൽക്കുന്നതാകണമെന്നില്ല. കടൽ തീരത്ത് എന്ന കഥ വന്നതിൻ്റെ പിറ്റേ ആഴ്ച എഴുതിയ വാരഫലത്തിൽ ഇത് മലയാളത്തിലെ ഒരു ക്ലാസിക് മാനമുള്ള, നിലനിൽക്കാൻ അർഹതയുള്ള കഥയാണെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം എഴുതി. അതുപോലെ സേതുവിൻ്റെ ദൂത്, ആ കഥ വന്നതിൻ്റെ പിറ്റേ ആഴ്ച അദ്ദേഹം എഴുതി ഇത് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു കഥയാണെന്ന്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഗതി പൾസ് പിടിച്ചെടുക്കാൻ ഒരു വെറും വായനക്കാരന് കഴിയില്ല. ഈ സവിശേഷമായ വായനയുടെയും വിലയിരുത്തലിൻ്റെയുമായ ഒരു ശേഷി എന്ന് പറയുന്നത് നിരന്തരമായ സാധനയിലൂടെ സാധ്യമാക്കി എടുക്കുന്നതാണ്. വായനയിലൂടെയും ചിന്തയിലൂടെയും സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ സാധ്യമാക്കി എടുക്കുന്നതാണ്. ഇതൊരിക്കലും ഒരു പ്രശസ്തിക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ, ഇതൊക്കെ കിട്ടുന്നത് നല്ലതാണ്, 4 കാശ് കിട്ടിയ ആർക്കും മോശമല്ല. പക്ഷേ അതുകൊണ്ട് അതിനു വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. പെൻഷൻ പറ്റി കുത്തിയിരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സമയമൊക്കെ ഓരോന്ന് കുത്തിക്കുറിച്ചിരിക്കുന്നു എന്നുള്ളത് വീട്ടിൽ വലിയ ചർച്ചാ വിഷയമാണ്. കാരണം ഒരു പ്രയോജനമുള്ളതല്ല. ഒരുപക്ഷെ ആണ്ടിൽ 3-4 ലേഖനമായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ 2-3 കൊല്ലത്തെ ലേഖനങ്ങൾ ചേർത്തൊരു പുസ്തകമായിരിക്കും ഇറക്കുന്നത്. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാൻ വയ്യ. നമ്മൾ അതിലേക്ക് പെട്ട് കഴിഞ്ഞ് അതിൻ്റെ ഒരു ലോകത്താണ്. അതാണ് നമ്മളെ നിലനിർത്തുന്ന ഒരു വലിയ ശക്തി. അത് ക്രിയേറ്റീവ് എഴുത്തുകാർക്ക് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വായനയാണ് നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത്. അതുകൊണ്ട്
ആ ഇന്ധനത്തിൻ്റെ പുറത്ത് നമ്മുടെ ജീവനോർജം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ നിലനിർത്തുന്നത് ഈ നിരൂപണമാണ്, നിരൂപണത്തിന് വേണ്ടിയുള്ള വായനയാണ്. ചിലപ്പോൾ അത് എഴുതി വയ്ക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് വായിച്ച അല്ലെങ്കിൽ മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ച ചെറുകഥയെ സംബന്ധിച്ചുള്ള എല്ലാ ധാരണകളും അതിൻ്റെ വിലയിരുത്തലിൽ പ്രവർത്തിക്കുന്നു. അതേസമയം ഇന്ന് ഒരു ആളൊരു കഥ വായിച്ചിട്ട് ഒരു വായനക്കാരൻ പറയുകയാണ് ഇത് മഹത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ബോധ്യപ്പെടണമെന്നില്ല. അവർക്ക് മോശമെന്ന് തോന്നി വരണോ, എനിക്ക് നന്നായിട്ട് തോന്നിയെന്ന് വരാം. അത് നമ്മുടെ ഈ വായനയുടെയും ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണത്തിൻ്റെയും ഫലമായിട്ട് നമ്മിൽ രൂപപ്പെടുന്ന ഒരു ശേഷിയുടെ ഫലമായിട്ടാണ്. അപ്പോൾ സാഹിത്യം എന്ന് പറയുന്ന ഈ വ്യവസ്ഥയെ, ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ നിലനിർത്തുന്നതിൽ, ഗുണപരമായിട്ട് നിലനിർത്തുന്നതിൽ വലിയ റോള് നിരൂപണത്തിനുണ്ട്. അല്ലെങ്കിൽ അതാണ് ആത്യന്തികമായിട്ട് അതിന് ഈ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാതെ വിൽപ്പനയുടെയോ ആയിരക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒന്നും തലത്തിലല്ല. അത് ലോകം മാറിക്കഴിഞ്ഞു. എന്തായാലും താളിയോളയുടെ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അച്ചടി യുഗത്തിൽ വന്ന ഒരു വളർച്ചയുടെ ഭാഗമാണ് ഈ നിരൂപണം എന്ന് പറയുന്ന സംഗതി ഇന്നത്തെ നിലയിൽ. ഇപ്പോൾ ധ്വന്യാലാവോ അതുപോലൊക്കെയുള്ള സൈദ്ധാന്തിക കൃതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയയുടെ കാലഘട്ടമാണ്. നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുമോൻ പോയിട്ട് പാട്ട് പാടി സോപ്പ് പെട്ടി വാങ്ങിച്ചുകൊണ്ട്, ഇപ്പോൾ സോപ്പ് പെട്ടി അല്ല മൊമൻ്റെയാണ്, വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ യേശുദാസാണെന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. അവനെ സന്തോഷിപ്പിക്കാനാണ്, നമുക്കും സന്തോഷമാണ്. പക്ഷേ മലയാളത്തിലൊരു കവിത എഴുതുന്ന ഒരുത്തൻ, ഒരു കഥ എഴുതുന്ന ഒരുത്തൻ അത് അച്ചടിച്ച് ഏതെങ്കിലും ചെറിയ പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരുമ്പോൾ ഇവൻ മാർക്കേഴ്സാണെന്ന് പറയുന്നത് സത്യസന്ധമല്ല. അത്തരം ഏർപ്പാടുകൾക്ക് വേണ്ടിയുള്ള സാഹിത്യ നിരൂപണമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ കൂടെ നടക്കുന്നത്. അതിന് വലിയ കയ്യടി കിട്ടുന്നുണ്ട്, അതിന് വലിയ ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ ഈ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്, പുസ്തകങ്ങളും രചനകളും ഒക്കെ നിരൂപകർക്കും വായനക്കാർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. ഇവരിത് കൊടുത്തു കഴിഞ്ഞാൽ സോമർസെറ്റ് മുമ്പ് വളരെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടൊരു എഴുത്തുകാരൻ തൻ്റെ കൃതിയെക്കുറിച്ച്, ക്രിയേറ്റീവ് റൈറ്റർ ഒരു കൃതിയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങളൊരു നല്ല അഭിപ്രായം പറയണം. അതായത് ഒരു കാര്യം പറയട്ടെ, ഈ മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എഴുത്തുകാരൻ്റെ കൂടി ബാധ്യതയാവുന്നു മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് എഴുത്തുകാരൻ്റെ ഉത്കണ്ഠ മുഴുവൻ, സാധാരണ എഴുത്തുകാരൻ്റെ ഉത്കണ്ഠ ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും അവൻ്റെ ആത്മാവിനെക്കുറിച്ചും പ്രതിസന്ധിയെക്കുറിച്ചാണ്. അതാണ് അവൻ്റെ ഇന്ധനം. പക്ഷെ നിർഭാഗ്യവശാൽ അവൻ്റെ പുസ്തകത്തിൻ്റെ മാർക്കറ്റിംഗ് മാത്രമാകുന്നു അവൻ്റെ ഉത്കണ്ഠ. അങ്ങനെ ഒരു ഭീകരമായൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സാഹിത്യത്തിൻ്റെ മൂല്യത്തെയും ഗൗരവത്തെയും നിരന്തരം കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.